നമ്മുടെ ട്രംപ് ഇറാനെ ഇത്രമാത്രം ഭയപ്പെടുന്നുണ്ടോ? ഇപ്പോൾ അദ്ദേഹത്തെ എപ്പോഴും സഞ്ചരിക്കുന്ന വിമാനത്തിലല്ല സഞ്ചരിക്കുന്നത്, പല പല ചെറുവിമാനങ്ങളായി മാറി മാറി സഞ്ചരിക്കുകയാണ്. ഇറാനെ അദ്ദേഹത്തിന് ഇത്രയധികം പേടിയാണോ? ലോകത്തെ ഏറ്റവും വലിയ സൈനികശക്തിയാണ് അമേരിക്ക. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണെങ്കിലും ഏറ്റവും വലിയ സൈന്യശക്തി അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും ശക്തനായ മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, അത് അമേരിക്കൻ പ്രസിഡൻ്റാണ്. ഇപ്പോൾ ആ സ്ഥാനത്തിരിക്കുന്ന ആൾ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ആണ്. ലോകം മുഴുവൻ ട്രോളുന്ന ട്രംപ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ലോകം മുഴുവൻ ട്രോളുന്ന ട്രംപ്, ലോകമെല്ലാം വെറുക്കുന്ന ട്രംപ്, ലോകമെല്ലാം കോമഡിയായിട്ട് കാണുന്ന ട്രംപ്, ലോകത്തെ എല്ലാ യൂട്യൂബർമാർക്കും ദിവസവും ഒരു 5 സബ്ജക്റ്റെങ്കിലും വീഡിയോ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ട്രംപ്. ഇതാണ് അവസ്ഥ. അത് ലോകത്തെ ഏറ്റവും നിരീക്ഷിക്കപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രംപായി. ഇറാൻ യുദ്ധം തുടങ്ങണം വരെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ട് പോയിരുന്നു. ട്രംപ് എന്തൊക്കെയോ പറയണു, എങ്കിലും താരിഫൊക്കെ നമ്മളെ ബാധിക്കുമായിരുന്നു. ട്രംപ് കുറച്ച് സീരിയസ് ആണ് എന്നാണ് ലോകം വിചാരിച്ചിരുന്നത്. പക്ഷേ ഇറാൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം കാര്യങ്ങളാകെ മാറി. പ്രത്യേകിച്ചും യുദ്ധം തുടങ്ങി ഒരു 3 ആഴ്ച കഴിഞ്ഞോടെ അമേരിക്കയ്ക്ക് നിലതെറ്റി തുടങ്ങി എന്നായി. ഇറാൻ ഒരു പരിധി വരെ പലതും ക്ഷമിച്ചു. യുദ്ധം തുടങ്ങിയത് തന്നെ അവരുടെ പരമോന്നത നേതൃത്വത്തെ കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കിക്കൊണ്ടാണ്. കുറേ പേരെ കൊന്നുകളഞ്ഞു, പരമോന്നത മത നേതാവിനെ ഉൾപ്പെടെ. പ്രതികാരത്തിൻ്റെ പതാക പള്ളി മിനാരങ്ങളിൽ ഇറാൻ ഉയർത്തി. അത് ഒരു വലിയ ചിഹ്നമാണ്. അതായത് ആരാണോ ഇത് ചെയ്തത് അവനോട് ഇറാനുള്ള കാലത്തോളം, ഇറാൻ്റെ ആശയഗതിയുള്ള കാലത്തോളം എന്ന് പ്രതികാരം ചെയ്യണത് ചെയ്തിരിക്കും എന്നുള്ള ശക്തമായൊരു പ്രഖ്യാപനമാണ് ആ പതാക. എങ്കിൽ പോലും പരസ്യമായിട്ടൊന്നും ഇറാൻ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അമേരിക്ക എന്നുള്ള വലിയ രാജ്യം ഒരു സമാധാനത്തിന് വേണ്ടി മുന്നു വരികയാണെങ്കിൽ വളരെ ശാന്തമായിട്ട് ആ സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കാനും അതിനൊപ്പം നിൽക്കാനും ഇറാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം ഇറാന് സ്വന്തം ജനങ്ങളെ കുരുതി കൊടുത്തുള്ളൊരു യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അവർക്കതിന് മടിയില്ല എന്നുള്ളത് വേറെ കാര്യം. യുദ്ധാനന്തരം മരണമാണുണ്ടാകുന്നതെങ്കിൽ സ്വർഗം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷേ ചുമ്മാ അങ്ങനെ ആ ഒരു വിശ്വാസത്തിൻ്റെ മാത്രം പുറത്ത് ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടാൻ തയ്യാറുള്ള രാജ്യമല്ല ഇറാൻ. യുദ്ധം ചെയ്താൽ ഇരുവശത്തും മരണം ഉണ്ടാവും, 2 വശത്തും ഉണ്ടാവും. സ്വന്തം ഇപ്പോൾ തന്നെ നിരവധി അമേരിക്കൻ ഇസ്രായേലി മിസൈലുകളും ബോംബാക്രമണം കാരണം ധാരാളം സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും സമാധാനത്തിലേക്ക് പോകാൻ അമേരിക്ക തയ്യാറാണെങ്കിൽ ഇറാൻ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. സമാധാന കരാർ ഒപ്പുവെച്ചു. അപ്പോഴെങ്കിലും സമാധാനം ഉണ്ടാകും എന്ന് ലോകം പ്രതീക്ഷിച്ചു. എല്ലാവരും പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷേ ലോകം പൊതുവെ പ്രതീക്ഷിച്ചു, ഇറാനും പ്രതീക്ഷിച്ചു. എങ്കിലും ഇറാനും സംശയം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും സംശയങ്ങൾ ശരിയായി. ആ സമാധാന കരാർ ഒപ്പുവെച്ചതിനുള്ള സ്പീഡിൽ അത് ലംഘിക്കപ്പെട്ടു, വീണ്ടും യുദ്ധത്തിലേക്ക് പോയി. അതോടുകൂടി ഇറാൻ ശക്തമായ നടപടികളിലേക്ക് കടന്നു. ഇങ്ങനെ ഇരിക്കുന്നൊരു ഘട്ടത്തിലാണ് ഇറാൻ്റെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം ഒരു ഇറാനിയൻ മീഡിയയിൽ വെളിവരുന്നത്. ഇറാൻ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ടുള്ള ഒന്നിലുമല്ല വന്നത്, ഇറാൻ്റെ ഒരു മീഡിയയിൽ സംഭവം വെളിവന്നു. അതിൽ കുറേ പേരുടെ പേരുകളുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് ഒന്നാമത് തന്നെ കിടപ്പുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ പേര്. പ്രതികാരം എന്നാൽ അവർ കൊല്ലപ്പെടും എന്ന് തന്നെയാണ്. എന്തായാലും ഇറാൻ ആ ലിസ്റ്റിൽ പേരിട്ടതിട്ടായാലും അല്ലാണ്ടായാലും ഇറാൻ ഹിറ്റ് ചെയ്യേണ്ട ലിസ്റ്റിലായിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരിലൊരാളാണ് ലിൻസെ ഗ്രഹാം എന്ന് പറയുന്ന ആൾ. ഈ ലിൻസെ ഗ്രഹാം ലിസ്റ്റ് വന്നതിൻ്റെ അടുത്ത ദിവസം കൊല്ലപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ഇത് ഈ ലിസ്റ്റിലുള്ള എല്ലാവർക്കും പേടി വരാൻ ഇത് കാരണമായി. പേടി തട്ടാനെന്ന് തന്നെ പറയാം. ലിൻസെ ഗ്രഹാം മരിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. യൂറോപ്പിലേക്ക് ട്രംപ് നടത്തിയൊരു സന്ദർശനമുണ്ട്. അത് നാറ്റോയുടെ ഉച്ചകോടിക്ക് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോയത് പോലും വിമാനം മാറിയിട്ടാണ്. അതായത് ട്രംപ് കഴിഞ്ഞ 1-2 മാസമായിട്ട് അദ്ദേഹത്തിൻ്റെ യാത്രകൾ എയർഫോഴ്സ് 1 എന്ന ഔദ്യോഗിക വിമാനം ഒഴിവാക്കി പലതും നടത്തുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് പല പല വിമാനങ്ങൾ ഉപയോഗിക്കാം. അമേരിക്കയുടെ സിസ്റ്റം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ട്രംപിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിമാനമുണ്ട്, അതുകൊണ്ട് ഹെലികോപ്റ്ററുകളുണ്ട്. അങ്ങനെയുള്ള അമേരിക്കയ്ക്കകത്ത് തന്നെ പല യാത്രകൾക്കും വിമാനം മാത്രമല്ല ഹെലികോപ്റ്റർ ഉപയോഗിക്കും. അന്താരാഷ്ട്ര യാത്രകൾക്ക് വേണ്ടിയിട്ട് എയർഫോഴ്സ് 1 എന്നുള്ള വിമാനം ഉപയോഗിക്കുന്നു. പക്ഷേ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ലിൻസെ ഗ്രഹാമിൻ്റെ മരണം ട്രംപിനെ ഭയപ്പെടുത്തിയിരിക്കുന്നു. കുറച്ചല്ല, വല്ലാണ്ട് ഭയപ്പെടുത്തിയിരിക്കുന്നു. ആ ഭയം അസ്ഥാനത്തല്ല എന്ന് വേണം പറയാൻ. ഹിറ്റ് ലിസ്റ്റ് വെളി വന്നതിന് തൊട്ട് ശേഷം ഇറാനെതിരെ ആക്രമണത്തിന് വേണ്ടി ഏറ്റവും അധികം ട്രംപിനെ പ്രേരിപ്പിച്ച വ്യക്തിയാരോ അയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അയാൾ മരണപ്പെട്ടു എന്ന് നമുക്ക് ഔദ്യോഗികമായിട്ട് പറയാം. കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അഭംഗിയുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഔദ്യോഗികമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല കൊല്ലപ്പെട്ടതാണോ മരണപ്പെട്ടതാണോ. വിവരങ്ങൾ അമേരിക്ക വെളിവിടുന്നില്ല. മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന് മാത്രമേ വെളിയിൽ വന്നിട്ടുള്ളൂ. ആത്മഹത്യയാണോ അറിയില്ല, ഹാർട്ട് അറ്റാക്ക് ആണോ അറിയില്ല, മറ്റെന്തെങ്കിലും മെറ്റബോളിക് പ്രോബ്ലം കൊണ്ട് സ്വയം മരിച്ചതാണോ അറിയില്ല, ആരെങ്കിലും കൊന്നതാണോ വിഷം കൊടുത്തതാണോ അറിയില്ല. എന്തുമാവാം. ഹാർട്ട് അറ്റാക്ക് പോലും വിഷം കൊടുത്ത് സൃഷ്ടിക്കാൻ പറ്റും. CIA ക്കും KGB ക്കും ഒക്കെ അത്തരം പദ്ധതികളുണ്ട്. അവർക്കൊരു മരുന്ന്
അപ്പോൾ അതിൻ്റെ ഒരു ആംപ്യൂൾ ദൂരെ നിന്ന് ഒരു ഷൂട്ട് ചെയ്ത് തെറിപ്പിച്ച് ഒരാളുടെ അടുത്ത് പൊട്ടിച്ചെറിച്ചാൽ മതി. അവിടെ ആ വായുവിൽ അലിഞ്ഞു പോകും എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ട്രേസസ് വായുവിൽ നിന്നും കിട്ടുപോലുമില്ല. പക്ഷെ ആൾ മരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഫ്യൂംസ് ശ്വസിച്ചാൽ മാത്രം മതി. ഇത്തരം പോലും മയക്കുമരുന്നുകളോ ഇല്ലെങ്കിൽ അപകടകാരികളായിട്ടുള്ള കൊല്ലാനുള്ള ഡ്രഗുകളോ ഈ ലോകത്ത് അവൈലബിൾ ആണ്. ചാരസംഘടനകൾ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ അമേരിക്ക ഭയപ്പെടുത്തുന്നത് ഇറാൻ്റെ ചാരസംഘടന എത്രത്തോളം ശക്തമാണ്. ഇറാൻ്റെ ചാരസംഘടന ശക്തമായാലും അല്ലെങ്കിലും പ്രതികാരം നടന്നെന്ന് വരാം. കാരണം ഇറാന് സ്വന്തം നിലയ്ക്ക് ചെയ്യണമെന്നില്ല. ഇറാനെ സഹായിക്കാൻ റഷ്യ ഇറങ്ങിയാൽ പോരെ, അല്ലെങ്കിൽ മറ്റേതിൽ പ്രോക്സി ഗ്രൂപ്പുകൾ ഇറങ്ങിയാൽ പോരെ. അനേകം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിക്കുന്ന അനേകം ഗ്രൂപ്പുകളുടെ ആൾക്കാർ അമേരിക്കയിലുണ്ട്. അമേരിക്ക ഒത്തിരി പേർക്ക് അവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. അതിൽ കുഴപ്പക്കാർ ധാരാളം പേരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഖലിസ്ഥാൻ ഭീകരവാദികൾ എന്ന് ഇന്ത്യ വിളിക്കുന്ന ആൾക്കാരുടെ അവരിൽപ്പെട്ട പലരും അമേരിക്കയിലുമുണ്ട്. കാനഡയിൽ കുറേ പേരുണ്ട്. കാനഡ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അമേരിക്ക ചെല്ലാൻ പറ്റും. കനേഡിയൻ പൗരന്മാരായിട്ട് മാറിയവർക്ക് എളുപ്പത്തിൽ യു എസിലേക്ക് കടക്കാം. നാളെ അവർ ഇന്ന് ഇന്ത്യക്കെതിരായ പോലെ നാളെ അമേരിക്കക്കെതിരായാലും എന്ത് പറ്റും? അവരവിടെ കുഴപ്പമുണ്ടാക്കും. എന്ന് പറഞ്ഞ പോലെ നിരവധി ഇറാനിയൻ പൗരന്മാർ അമേരിക്കയിലുണ്ട്. ഇറാൻ്റെ രാഷ്ട്രീയ എതിരാളികൾ അമേരിക്കയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. അതിലൊന്നാണ് മുൻ ഇറാനിയൻ ചക്രവർത്തിയുടെ ചില കുടുംബാംഗങ്ങൾ അമേരിക്ക ജീവിച്ചിട്ടും കൊല്ലപ്പെട്ടു. അതിനർത്ഥം അമേരിക്ക ജീവിക്കുന്ന ഒരാളെ വേണമെങ്കിൽ കൊല്ലാൻ ഇറാന് സാധിക്കും. അതിനുള്ള സംവിധാനം ഇറാൻ്റെ ചാരസംഘടനകൾക്കുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെയാണ് അമേരിക്ക ഭയപ്പെടുന്നത്. റഷ്യയിൽ നിന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്ത് യു എസിൽ കടന്നിരിക്കുന്ന ആൾക്കാരോ ഇറാൻ്റെ ചാരസംഘടനപ്പെട്ട ആൾക്കാരോ അമേരിക്കയിൽ എവിടെയും വേണേൽ കുഴപ്പമുണ്ടാക്കാം. ഈ കുഴപ്പമുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു വിമാനം താണു പറക്കുമ്പോൾ തോളിൽ വെച്ച് പ്രഹരിക്കാവുന്ന ഒരു ചെറിയ റോക്കറ്റ് സംവിധാനം ഉണ്ടെങ്കിൽ, സ്റ്റിംഗർ പോലുള്ള സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി ഒരു വിമാനം തന്നെ തകർക്കാൻ. വളരെ അടുത്ത് നിന്ന് വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോഴോ വിമാനത്താവളത്തിൽ നിന്ന് ഉയരുമ്പോഴോ അങ്ങനെ ഒരു റോക്കറ്റ് പ്രയോഗിച്ചാൽ ആ സമയത്ത് അതിനെ തടുക്കാൻ മറ്റ് ഇൻ്റർസെപ്ഷൻ സംവിധാനങ്ങൾക്ക് പറ്റിയില്ല എന്ന് വരും. മാത്രമല്ല ഒരു ഡ്രോൺ ഉപയോഗിച്ച് വേണമെങ്കിൽ അറ്റാക്ക് നടത്താം. അങ്ങനെ ഡ്രോൺ ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രോണിക് ജാമിങ് വഴി ഡ്രോണിനെ നിർവീര്യമാക്കാം എന്നൊക്കെ വെച്ചാലും ജാമിങ്ങിൽ നശിപ്പിക്കാൻ പറ്റാത്ത തരം ഡ്രോണുകളും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ അത്തരം മിസൈൽ പോലും ഉണ്ട്. അതായത് ഒപ്റ്റിക് ഫൈബർ കേബിൾ ഉപയോഗിച്ച് ദൂരനിയന്ത്രിതമായിട്ടുള്ള മിസൈൽ പോലും ചെയ്യാൻ പറ്റും. അങ്ങനത്തെ മിസൈൽസ് ഇപ്പോഴത്തെ പല മിസൈലും വരുന്നതിന് മുമ്പ് പോലും അത്ര സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ വേണ്ടുന്ന ആയുധങ്ങളോടുകൂടി അമേരിക്കയിൽ കയറുന്നൊരു വ്യക്തിക്ക്, അല്ലെങ്കിൽ അമേരിക്കയിൽ തന്നെ ഇത്തരം ആയുധങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റുന്ന വ്യക്തിക്ക്, നല്ല രീതിയിൽ ഇലക്ട്രോണിക്സിലും വാർഫെയറിലൊക്കെ അറിവുള്ളൊരു വ്യക്തിക്ക് വേണമെങ്കിൽ റോ മെറ്റീരിയൽസ് അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചിട്ട് തന്നെ ഇതൊക്കെ അസംബിൾ ചെയ്യാനും പ്രയോഗിക്കാനും പറ്റും. ചുരുക്കത്തിൽ ട്രംപ് ഭയപ്പെട്ടിരിക്കുന്നു. കാറ്ററിംഗ് ട്രക്കിൽ വരെ ട്രംപ് യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. ഔദ്യോഗികമായിട്ടുള്ള സ്വന്തം കാറ് വിട്ടിട്ട് കാറ്ററിംഗ് ട്രക്കിൽ വരെ ട്രംപിന് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ട്രംപിൻ്റെ ഒളിവ് ജീവിതം ആരംഭിച്ചിരിക്കുന്ന അർത്ഥം. അമേരിക്കൻ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല സുരക്ഷയുണ്ട്. എന്നിട്ട് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രംപിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ട്രംപിൻ്റെ കുടുംബാംഗങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇറാൻ്റെ പ്രതികാരം ചിറക് വിരിച്ച് അമേരിക്കയുടെ മുകളിലേക്ക് പറന്നില്ലുകയാണെങ്കിൽ ഒരുപക്ഷെ ട്രംപിൻ്റെ കാര്യം അത്ര എളുപ്പമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. സ്ഥിതി പ്രശ്നമാണ്. ട്രംപ് ഭയപ്പെടുന്നത് വെറുതെയല്ല. ട്രംപിൻ്റെ ഭയം അസ്ഥാനത്തല്ല. ട്രംപിന് എന്തെങ്കിലും സംഭവിക്കാമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സംഭവിച്ചു എന്ന് തന്നെ വരാം.